ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ല. നല്ല ടെൻഷൻ ഉണ്ട് മനസ്സേ. എന്തിന്? മോഡൽ എക്സാം എന്നാലും എങ്ങനെയാ എക്സാം എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഇന്റേണൽ എഫക്ട് ചെയ്യൂലോ. അല്ല, നിങ്ങളൊക്കെ ഇരുത്തം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ പറയണൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഇത് ഹെഡ്സെറ്റ് ഒക്കെ വീണ്ടും ഒന്നുകൂടെ നോക്കിയതാ. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഷഹനാസ് മിസ്സിനൊക്കെ ഒന്ന് കാണട്ടെ. കണ്ടിട്ട് കൊറേ ആയില്ലേ മിസ്സേ. മറന്നുപോയി സത്യമായിട്ടും. കഴിഞ്ഞ ക്ലാസ് ഇതേപോലെ വേറെ ആരോ ഒരാൾ ജോയിൻ ചെയ്തു അല്ലേ? ആ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. മിസ് ഉം. അതേപോലെയാണ്. ആരോ ഒന്ന് 2:15 വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അനിത അവര് അവർക്ക് എന്തോ വീട്ടിലെന്തോ രണ്ടേ ഒരു കാര്യം ഉസ്താദുമാര് ചെയ്യോളൂ. നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങള് ഫോർമുല എഴുതിക്കോളൂ. അപ്പൊ ഫുൾ ഫോർമുല ഒന്ന് എഴുതി, അപ്പോഴത്തേക്ക് ആള് ജോയിൻ ആയിക്കോട്ടെ. ഫുൾ ഓഫ് ടൈം ആണ്. ജസീന മിസ്സിന്റെ വീഡിയോ സ്റ്റെക്ക് ആയല്ലോ മിസ്സേ. എന്തൊക്കെ പരാതികളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ശരിയായോ? ഇപ്പൊ റെഡി. ആകെ വിഷമിച്ചിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു നേരത്തെ. അത് ഫുഡ് കഴിച്ച ക്ഷീണം മിസ്സേ. കഴിക്കല്ല, പരീക്ഷയൊക്കെ വരുമ്പോ കഴിക്കാതിരിക്കണ്ടേ. ഞാൻ ഇനിയിപ്പോ അതിന്റെ കഴിച്ചിട്ട് ഉറക്കായിരിക്കും. കേട്ടാ വിചാരിച്ചു. മിസ്സേ ക്യാമറ ഓൺ ചെയ്യാവോ? ഒരാളും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോയി. ആരാ? ഫാത്തിമ നിത ആണോ മിസ്സേ ജോയിൻ ആയത്? അല്ല മാം, ഫാത്തിമ നസ്രീൻ. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് എന്താ എക്സാം ഒക്കെ അറിയില്ലേ? നിങ്ങൾ ഇങ്ങനെ എന്താ ടീച്ചർമാരായ പഞ്ച്വാലിറ്റി വേണം. കറക്റ്റ് സമയത്തൊക്കെ ജോയിൻ ചെയ്യണം എക്സാമിനെങ്കിലും. ഫോർമുലയാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാരുടെ അടുത്താണേ. ഫർസാന മിസ് കീഴിലുണ്ടോ? ഫർസാന ഓക്കെ 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 ഓക്കെ. ഫാത്തിമ എന്നുള്ള ഐഡിയിൽ ഒരാൾ ജോയിൻ. ഫാത്തിമ മിസ് ആയിരുന്നു അന്ന് ചോദിച്ച ടൈം ചേഞ്ച് ആക്കാൻ പറ്റും. ഈ ഫാത്തിമ മിസ് ആണോ? കഴിഞ്ഞിട്ടോ മിസ്? ഓക്കെ.
2:15 ഫിനിഷ് ആക്കണേ. ഫിനിഷ് ആയല്ലോ. ഓക്കെ, ഫിനിഷ് ആവാത്ത ആൾക്കാര് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഹലോ, എക്സാം കഴിഞ്ഞാ? എന്താ മിസ്സേ? എക്സാം കഴിഞ്ഞോ? ഇല്ല. ഡേറ്റ് ആയി. ആ, മിസ്സിനെ വെയിറ്റ് അതന്നെ, മിസ്സിനെ വെയിറ്റ് ചെയ്യല്ലേ. ഞങ്ങൾക്ക് ഇപ്പൊ 10 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയമായി. ഇപ്പൊ എന്ത് ചെയ്യണം അപ്പൊ എല്ലാരും? ഇവിടെ ഫോർമുല എഴുതി ഇവരാരോ പറഞ്ഞു മിസ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അതുകൊണ്ട് വെയിറ്റ് ചെയ്തതാണ്. ഞാൻ കുറച്ച് ബിസി ആയി പോയി ഇവിടെ എല്ലാരും ഉണ്ടായപ്പോ. ഓക്കെ, ഇപ്പൊ ഫോർമുല എഴുതാണ്. 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യേ. ആ ഇനി നമുക്ക് മെയിൻ എക്സാം ആയിരിക്കും. ഡേറ്റ് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഉം 3 into 1 എന്ന് പറയുമ്പോ 3 അല്ല ആൻസർ. അപ്പൊ നമ്മള് 0, 3 ആൻസർ എഴുതേണ്ടത്. ആൻസർ ഷീറ്റിലേക്ക് എഴുതുമ്പോൾ 3 എന്ന് എഴുതിയാൽ മതി. പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇല്ല കേട്ടോ. അല്ല ഞാൻ ചോദിക്കാം, നമ്മള് അബാക്കസ് ചെയ്യുമ്പോൾ 03 ആയിട്ടിട്ട് പ്ലേസ് ചെയ്യണം മിസ്സേ. എഴുതുമ്പോ 3 എന്ന് മതി അല്ലേ? 3 എന്ന് മതി. അപ്പൊ അത് 1 ഡിജിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വരുള്ളൂ. അപ്പൊ എക്സാമിൽ നമുക്ക് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇത്രയും സിമ്പിൾ നമുക്ക് എന്തായാലും ഉണ്ടാവില്ല മിസ്സേ. മിസ്സേ, ഓ അതുപോലെ ഇപ്പൊ ആ 6 into 0.5 പറഞ്ഞാല് 30 ആൻസർ വരിക. അതെ അതെ അതെ. ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നത്? സ്വന്തം ഇന്നലെ ഉണ്ടാക്കിയതാ? സ്വന്തം ഉണ്ടാക്കിയല്ല, ഇതിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ അതുപോലെ തന്നെ ചോദിച്ചു. ഒരാൾ എന്നോട് ഡൗട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ ആ 30 പറഞ്ഞു. 30 ആ പറഞ്ഞ് ഇപ്പൊ എനിക്ക് തെറ്റണ്ടല്ലോ വിചാരിച്ചു കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ അത് ഫിനിഷ് ആവണില്ല. ആ 0.5 അടിക്കാൻ കഴിയൂല. ഒന്നെങ്കിൽ ആ 0 അല്ലെങ്കിൽ 5. അവന് ഡൗട്ട് ക്ലിയർ ആയി കഴിഞ്ഞാല് അത്ര കാൽക്കുലേറ്ററിൽ അങ്ങനെ കാണിക്കണുള്ളൂ. കാൽക്കുലേറ്ററിൽ ഞാൻ നമ്മൾ ചെയ്തതൊക്കെ ഡിവിഷനും 30 അങ്ങനെയല്ലേ? അങ്ങനെ വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിവിഷന്റെ അകത്താവുമ്പോഴും നമുക്ക് ഇതേപോലെ ഡിവിഷനിൽ നമുക്ക് ഇങ്ങനെ റിമൈൻഡർ വരാണ്ട് അങ്ങ് കേറി 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 പോകും. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒന്നും മനസ്സിലാവില്ല. ശരിയാണോ അല്ലേ അറിയാലോ, ആകെ ഒരു കാൽക്കുലേറ്റർ ആണ്. കഴിഞ്ഞ ദിവസം അത് തെറ്റീന്ന് ഒരാളെ പറയണെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് സമ്മിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണമെന്ന്. അപ്പൊ ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആരാ ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല. അസനത്ത് മിസ് അല്ല. ആയിരുന്നു. ഓക്കെ, ഞാൻ കല്യാണം പരിപാടിയൊക്കെ കഴിഞ്ഞു.
റിലേലായിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പൊ വീണ്ടും ഒക്കെ നോക്കും. ഇന്നലെ ഞാൻ കണ്ടു, എക്സാം ടൈമിന്റെ കാര്യത്തിലൊക്കെ കണ്ടു. പക്ഷെ അത് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന അവരാണ് കൺഫേം ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതില് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാരും കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യാൻ പോവാം. ആദ്യം എല്ലാവരുടെയും ടൂളും ബുക്കും കാണുന്ന രീതിയിലേക്ക് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് വിത്ത് അബാക്കസ് ആണ്. വിത്ത് അബാക്കസിന് ഇതാണ് വിത്ത് അബാക്കസിന്റെ ക്വസ്റ്റ്യൻ. ഈ ടോട്ടൽ ക്വസ്റ്റ്യൻ, ഈ 20 ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്കുള്ള ടൈം 20 മിനിറ്റ് ആണ്. മൈക്ക് എല്ലാവരും ഒന്ന് ഓഫ് ചെയ്തേ. ഈ 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം 20 മിനിറ്റ് ആണ്. അപ്പൊ ഞാൻ ടൈം സ്റ്റാർട്ട് ഇത് വിത്ത് അബാക്കസ് നിങ്ങൾ ഹെഡിങ് എഴുതിയിട്ട് 1 by 1 ആയിട്ട് ആൻസർ ചെയ്യണം. പല എക്സാമുകളും ചെയ്യുന്നതാണ് ഇത്. ആൻസർ ഇങ്ങനെ നേരെ നേരെ എഴുതി വെക്കും. ദയവ് ചെയ്ത് അത് ചെയ്യരുത്. ആൻസർ ചെക്ക് ചെയ്യാൻ ഭയങ്കര പ്രയാസം. താഴെ 1, 2, 3, 4 ആയിട്ട് 20 വരെ നമ്പർ ഇട്ടോളൂ. ഹെഡിങ് ആയിട്ട് വിത്ത് അബാക്കസ് എന്ന് എഴുതുക. എന്നിട്ട് ഞാൻ ടൈമർ വെച്ച ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഫിനിഷ് ആയി കഴിഞ്ഞാൽ പറയണം ഫിനിഷ് ആയെന്ന്. ഹാൻഡ് റൈസ് ചെയ്താൽ മതി, മൈക്ക് ഓൺ ചെയ്യേണ്ട. അപ്പൊ ഞാൻ നിങ്ങളുടെ ടൈം പറഞ്ഞുതരും. ആ ടൈം നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഇനി 20 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമുക്ക് 1 മിനിറ്റും കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല കേട്ടോ. എക്സാം എഴുതിയ ആളുകൾക്ക് അറിയാം, അത് നമ്മൾ എല്ലാ ലെവലിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. 3 എക്സാം നടത്തിയപ്പോഴും ഇതേപോലെ തന്നെയാണ് ചെയ്തത്. ഇനിയിപ്പോ ഇതുവരെ എഴുതാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യരുത്. എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാലോ? നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെറുതായിട്ടാ കാണണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് സൂം ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനി ഫിനിഷ് ആയാൽ ഹാൻഡ് റൈസ് ചെയ്യുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോണേ. ഈ അബാക്കസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. മുസ്ലാമിസ് ആ പെൻസിൽ തിന്നല്ലേ. പരീക്ഷയാണ് ഇത്. ഇങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർ. ഇത് വെറും ട്രയലാ. കുറെ പേരുടെ വീഡിയോ സ്റ്റക്കാണ്. എന്റെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണോ? ഒരു മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഇത്ര സമയമല്ലേ എല്ലാവർക്കും ശാസ്ത്രം. ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരുപാട് അതിന്റെ മുകളിൽ കയറി ഇന്ന് നമ്മൾ സമയം കളയരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് പോവുക. ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാൽ ഞാൻ പറയാണ്.
വിത്ത് അബാക്കസ് ആണേ. അബാക്കസിൽ വർക്ക് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട് കേട്ടോ. മാം ഫിനിഷ് ആയ 8 minute 44 second. മുസ്നസായ ഫോട്ടോ എടുത്ത് അയച്ചു എനിക്ക് ഇപ്പൊ തന്നെ. എല്ലാവരും കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കണേ. ടൈം എഴുതുക. നയൻ മിനിറ്റ് 34 സെക്കൻഡ്. ഫിനിഷ് ആയവര് ഹാൻഡ് റൈസ് റിമൂവ് ചെയ്യണേ. ഓക്കെ, എന്നിട്ട് ഫോട്ടോ എടുത്ത് അയക്കും കേട്ടോ. ടെൻ മിനിറ്റ് 30 സെക്കൻഡ്. മിസ്സേ ഫോർമുലേന്റെ കൂടി ഫോട്ടോ എടുത്ത് അയക്കണ്ടേ? എന്താണ്? ഫോർമുല ഏതും ഫോട്ടോ എടുത്ത് അയക്കണ്ടേ? കംപ്ലീറ്റ് ആയി. ഓക്കെ, 11 minute 12 സെക്കൻഡ്. എങ്ങനെ 11 minute 12 സെക്കൻഡ്. കംപ്ലീറ്റ് ആയ 11 minute 6 സെക്കൻഡ്. ഫോട്ടോ എടുക്കുക, പെട്ടെന്ന് തന്നെ അയക്കുക.
മിസ്സേ കംപ്ലീറ്റ് ആയിട്ടോ 13 minutes. ഫോർമുല വേണം മിസ്സേ? വേണ്ട. മിസ്സേ കംപ്ലീറ്റ് ആണ് 13 minutes 43 seconds. മാം കംപ്ലീറ്റ് ആയി. 13 minutes 52 seconds. ഫിനിഷ് ആയവർ ഇപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് അയക്കണേ. ചേഞ്ചസ് വരുത്താൻ പാടില്ല. ഞാനത് പേപ്പർ വാല്യൂ ഇല്ല കേട്ടോ. ഷഹനാസ് മിസ്സേ, മൈ ക്യാമറ ഓഫ് ആണല്ലോ. കഴിഞ്ഞോ? കഴിഞ്ഞായിരുന്നു അല്ലേ? ഇവിടെ ആ ഡെലിവറി കഴിഞ്ഞ ആളിപ്പോ ഉണ്ടോ? ആളെന്നല്ലേ? അതല്ലേ ഷഹനാസ് മിസ് ചോദിക്കുന്നത്. ഡയറക്റ്റ് വെച്ച് ഞാൻ കുറവാണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അതന്നെ. ആ പേര് മറന്നു. എനിക്കൊരു ഓർമ്മ എവിടെയോ ചെറിയൊരു ഓർമ്മ. ഓക്കെ, കുഞ്ഞാവ് സുഖായിരിക്കുന്ന? സുഖാണ് മിസ്. ഞാൻ കുറെ റിപ്ലൈ ചെയ്തു ഞാൻ തന്നെ ആണെന്നൊക്കെ മ്യൂട്ട് ആക്കിയിട്ട് പറഞ്ഞത് ആ ഫുള്ള്. അത് ശരി. പിന്നെ എനിക്കൊരു സംശയം അല്ലേന്ന്. ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഇന്നലെ ഫുള്ളൊന്ന് നോക്കിയെന്നുള്ളൂ. ഓക്കെ. ശരിയാണ് എത്രയായി വാവയ്ക്ക്? ഇത് 55 days സെറ്റ് ആയിട്ടുള്ളൂ. ആ 2 മാസം ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ബോയ് ആയിരുന്നാ? എങ്ങനെ? ബോയ് ആണ്. റഹ്മത്ത് മിസ് ഇടയ്ക്ക് വെച്ച് ഒന്ന് കയറി നോക്കി ഇറങ്ങിയില്ലേ? പിന്നെ ഇതില് കംപ്ലീറ്റ് ആവാത്ത ആൾക്കാർ ലിസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വെക്കാൻ പറ്റുമോ? കഴിഞ്ഞ 16 minutes 9 seconds. താഹിറ മിസ് കംപ്ലീറ്റാ? സിമ്പിൾ അല്ലേ എക്സാം? അത്ര സിമ്പിൾ അല്ല, എന്നാ കുഴപ്പമില്ല. എന്താ പറയാ സിമ്പിൾ അപ്പൊ ഒന്നങ്ങോട്ട് കിളി പോയി. അത്രേ ഉള്ളൂ. പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഡെപ്തിൽ ഭീകര കൺഫ്യൂസിങ് ആകുന്ന ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഏയ് അടുത്ത എക്സാം ഞാൻ നല്ല ക്വസ്റ്റ്യൻ. കണ്ടപ്പോ അത് കിളി നമ്മൾ പോയി. ക്വസ്റ്റ്യൻ അതന്നെ ഫസ്റ്റ് കാണുമ്പോൾ ഉള്ള ഒരു പേടി ഉണ്ടാവില്ല, അതുകൊണ്ട് തോന്നിയേ. ഫസ്റ്റ് നെഗറ്റീവ് സം അല്ലേ? അതാണ് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മിസ് ഞങ്ങളെ ഫസ്റ്റ് തന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടതാ തോന്നുന്നുണ്ട്. ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയില്ലേ? ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു, അത്രേ ഉള്ളൂ. ശരിയാ. ആൻസർ ശരിയാണെങ്കിൽ കോൺഫിഡൻസ് ആയി. എനിക്ക് എന്നെ നല്ല വിശ്വാസമാണെന്ന്. എനിക്ക് തന്നെ നല്ല വിശ്വാസമാണ്. രണ്ടാളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയൊക്കെ റെഡി. നെഗറ്റീവ് സം ഒക്കെ റെഡി ആയി. ആ
മിസ് ഏകദേശം എത്രാം തീയതി ആയിരിക്കും എക്സാം എന്ന് മിസ്സിന് വല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല മിസ്സേ. എനിക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇത്ര പീരീഡിനുള്ളിൽ ക്ലാസ് കംപ്ലീറ്റ്. എനിക്ക് കുറെ പേര്, അതും കൂടെ പറയട്ടെ, കുറെ ആ. പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് പോർഷൻ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ മെസ്സേജ് ഇട്ടിട്ടുണ്ട് പേഴ്സണലി. പക്ഷെ ഞാൻ അവിടെ ഹെൽപ്ലെസ് ആണ്. കാരണം ക്ലാസ്സിന്റെ ടൈം ഞാൻ എപ്പോഴും പറയട്ടെ, ക്ലാസ് നടക്കുന്ന സമയത്ത് നമുക്ക് സമയമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ കയ്യിൽ നിൽക്കുന്നതല്ല. കാരണം നമുക്ക് പോർഷൻ തീർന്നിട്ടില്ല റിക്വസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇത്ര ടൈം പീരീഡ് ഉണ്ടല്ലോ, ആ ടൈം പീരീഡിൽ നമ്മൾ അത് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അപ്പോ വേറെ പിന്നെ നിങ്ങൾ എന്താ പറയാ, കമ്പനി ഓക്കെ 2 ക്ലാസ് എക്സ്ട്രാ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാം. അല്ലാതെ നമുക്കിപ്പോ പേഴ്സണലി ഇപ്പൊ ഒരാൾക്ക് പറ്റിയില്ല എന്ന് കരുതിയിട്ട് ഒരു റീസണിൽ നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമുക്കത് നടക്കുന്ന കാര്യമല്ല. കാരണം അതേ അവര് അവസ്ഥയിലാണ്. തരുന്നില്ല. എന്തോ ഇപ്പൊ എക്സാമിനെ ബാധിക്കുന്ന പറഞ്ഞോണ്ട് എക്സാമിന് കയറിയത് പോലും ഒന്നും അറിയില്ല. അതെ, അതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. കാരണം എന്താ ചിലപ്പോ അറിയോ, ഇതിന് നമുക്കൊരു ടൈം പേര് പീരീഡ് ഉണ്ട്, ഇത്ര ഡ്യൂറേഷനിലാണ് നിങ്ങളുടെ കോഴ്സ്. അപ്പൊ ആ ടൈമിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യണം, പോർഷൻസ് കവർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ എക്സാം വരെയുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അതും ഉണ്ടായിരിക്കും. എക്സാം ഡേറ്റ് ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനിപ്പം അവരുടെ അടുത്ത് സംസാരിക്കട്ടെ എന്നാണെന്നുള്ള ഏകദേശം നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഇൻഫോം ചെയ്യും, അതേപോലെ നോക്കാം. അപ്പോ അതുവരെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കിപ്പോ എന്താ വെച്ചാൽ ഒരാളിപ്പോ ഒരു മാസത്തോളം ലീവ് ആയാലും ഒരുപാട് പോർഷൻസ് മിസ്സായി എന്ന് പറയുമ്പോഴേ, ഇപ്പൊ മിസ്സല്ല, ഞാൻ എനിക്ക് വേറെ ആരും അയച്ചു പറയുന്ന സമയത്ത് നമുക്ക് അവരെ സപ്പോർട്ട്, അതായത് എക്സ്ട്രാ ഒരു ക്ലാസ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമ്മളൊരു എക്സാം ഇടാതെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പോസിബിൾ അല്ല. ഒന്ന് നമ്മളെ ഒരു എന്താ പറയുക സിസ്റ്റത്തെ മൊത്തത്തിൽ അത് ബാധിക്കും. രണ്ടാമത്തേത് ഇവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് എക്സാം വെയിറ്റ് ചെയ്തിരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ടൈം വേസ്റ്റിംഗ് ആണ്. അപ്പൊ നമുക്കിപ്പോ ഒരാഴ്ച എന്തോ ഒരാഴ്ച തലേന്ന് വിളിച്ചിട്ടായിരിക്കും പോരാ നാളാണ് എക്സാം എന്ന് അങ്ങനൊന്നും പറയില്ലല്ലോ. ഇല്ല, ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ സാറ്റർഡേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാറ്റർഡേ നാളെ ക്ലാസ്സിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഇന്ന് ഞാനൊരു മോഡൽ എക്സാം ആയിട്ട് വെച്ചതാണ്. ഓക്കെ, 20 മിനിറ്റ് ആയിട്ടുണ്ട്. താര മിസ് എവിടെ പോയോ? എന്തായാലും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമിന്റെ ഡേറ്റ് നിങ്ങളെ നേരത്തെ അറിയിക്കും. അത് മിക്കവാറും ഈ വീക്കിൽ തന്നെ നമ്മളത് കൺഫേം ചെയ്തിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും ഗ്രൂപ്പിൽ. അത് ഞാനല്ല, അതോറിറ്റി ആയിരിക്കും ചെയ്യുന്നത്. എനിക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് പ്രിപ്പറേഷനും ആൻസർ കീ പേപ്പർ വാല്യുവേഷനും മാർക്ക് ലിസ്റ്റ് തരലും, ഇത് മാത്രമേ നമുക്ക് അതിൽ റോൾ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. എക്സാമിന്റെ ടൈം, മെത്തേഡ്, കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് സംസാരിച്ച് ഓക്കെ ആയിട്ടുള്ള ഒരു ഡേയിലേക്ക് എക്സാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡേയിൽ എക്സാം ആയിരിക്കും. അങ്ങനെയാണ് വരിക. തായറാമിസ് അതുവഴി പോയോ? ഞാൻ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ചെയ്യട്ടെ. ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ട് പോയിട്ടുള്ള ആളുകളെല്ലാം ഇതിപ്പോ വിത്ത് അബാക്കസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളേ. നെക്സ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എല്ലാരും ഒന്ന് ജോയിൻ ആയിട്ട് ഒന്ന് ക്യാമറയൊക്കെ ഓൺ ചെയ്തേ. തായറാമിസ ഞങ്ങൾ കണ്ടിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുമായിരുന്നു. ഞാൻ വെച്ച് ലീവായി പോയിന്ന്. കഴിഞ്ഞില്ല കേട്ടോ, ഇനിയുണ്ട് എക്സാം. മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാലേ അതെല്ലാരും എളുപ്പത്തിലായി പോകും. അതുകൊണ്ടാ. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 7 മിനിറ്റ് സമയമുണ്ട്. അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ കുറച്ച് കൂടുതൽ സമയം തന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. കോളല്ലേ? മൾട്ടിപ്ലിക്കേഷൻ അതെ 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 അതെ, അത് താഴെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയ ശേഷം സെക്കൻഡിലേക്ക് കയറുക കേട്ടോ. ശാലാമിസ് ഒക്കെ ചോറും നമ്മ അതിനിടയ്ക്ക് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് കഴിഞ്ഞില്ല, ഒരു സെക്കൻഡ് കൂടെ ഉണ്ട്. ചെക്ക് എടുത്തോണ്ടിരിക്കുക ബേന തെരഞ്ഞു പോയത്. ശരി, 10 ക്വസ്റ്റ്യൻ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷനകത്ത്. റിക്വസ്റ്റ് ഉണ്ട് അതിനിടയ്ക്ക്. 6th ലെവൽ, അടുത്ത ലെവൽ 5th to 8th കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാര് എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുക. ക്ലാസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എന്റെ റിക്വസ്റ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പീഡോ ഓർമ്മയോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു ലാഗായ പോലെ അവസ്ഥയിലേക്ക് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ മാക്സിമം പെട്ടെന്ന് തന്നെ അടുത്ത ലെവലിന്റെ ക്ലാസ് തുടങ്ങാൻ നോക്കണം. പിന്നെ എനിക്ക് അസൈൻമെന്റ് വെക്കാത്ത കുറെ ആൾക്കാർ ഇതിനകത്തുണ്ട്.
ഷിബില മിസ്സും ഫർഹാന മിസ്സിന്റെ ഒക്കെ ക്യാമറ ഓഫ് ആണല്ലോ. മിസ്സേ റേഞ്ച് കട്ടായി പോവാണ്. ഇതാ മിസ്സേ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ. കണ്ടുണ്ട്. അപ്പൊ ഞാന് ഇത് സ്ക്രീന് ബ്ലാങ്ക് ആയി നിൽക്കണം, അതാണ് ഓഫ് ആക്കിയത്. ഓക്കെ. കംപ്ലീറ്റ് ആയി മിസ്സേ. 2 minutes 14 seconds. ഇനി ഫോട്ടോ എടുത്ത് അയക്കണേ. കംപ്ലീറ്റ് ആയി മിസ്സേ. 3 minutes 1 second. 3 minutes 2 seconds. മൂസനാമി സാർ. ഫിനിഷ് ആയവര് പെട്ടെന്ന് ഫോട്ടോ എടുത്ത് അയക്കുക. കംപ്ലീറ്റ് ആയി മിസ്സേ. 29 seconds. കംപ്ലീറ്റ് ആയി. 3 minutes 35 seconds. കംപ്ലീറ്റ് 3 minutes 39 seconds. കംപ്ലീറ്റ് ആയി മാം. 39 40 seconds. കംപ്ലീറ്റ്. 4 minutes 15 seconds. കംപ്ലീറ്റ്. 4 minutes 24 seconds. ഇനി ഫിനിഷ് ആവാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഫിനിഷ് ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് റിപ്ലൈ തന്നേ. ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? യെസ്, എല്ലാവരും പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്തേ. പൊട്ട തെറ്റ് എഴുതിച്ചു. ഒന്നൊരു ടൈം ചോദിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല. ഓക്കെ, എല്ലാരും അയച്ചോ? യെസ്. ഇനി നെക്സ്റ്റ് വന്ന് വിത്തൗട്ട് അബാക്കസ് ആണ്.
10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റിനൊന്നും ആവശ്യമില്ല. ഒരു ടൈം നിങ്ങൾക്ക് ഒരു പേടിയാവുണ്ടാവുന്നത് 10 മിനിറ്റ് ഇട്ടാ. ഓക്കെ, റെഡി ആണല്ലോ? സ്റ്റാർട്ട് ചെയ്തോളൂ. ഫിനിഷ് ആയി. 57 സെക്കൻഡ്. Just finished. 3 minute 57. 4 minute 2 second. തായറ മിസ് ഒക്കെ. ഫിനിഷ് ആയി. 4 minute 19 സെക്കൻഡ്.
മാം ഫിനിഷ് ആയി. ഓക്കെ 4 minutes 52 seconds. ഫിനിഷ് ആയി മിസ്സേ. 5 minutes 3 seconds. ഫിനിഷ് ആയി മിസ്സേ. 5 minutes 13 seconds. ഫിനിഷ്. 5 minutes 18 seconds. ഫിനിഷ് ആരൊക്കെ ഫോട്ടോ എടുത്ത് അയക്കണേ. നീ ആരെങ്കിലും ഫിനിഷ് ആവാത്തുണ്ടോ? ഫിനിഷ് ആയി മാം. 7 minutes 36 seconds. കഴിഞ്ഞില്ലേ എല്ലാരും? ഉണ്ടായിരുന്നല്ലോ. യെസ്, ഓക്കെ. അപ്പം ആൻസർ ഷീറ്റ് നോക്കിയ ശേഷം മാർക്ക് ലിസ്റ്റ് അയച്ചു തരാം. എക്സാമിന്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ, നിങ്ങളുടെ മെയിൻ ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. കാരണം ബാക്കി എല്ലാ സബ്ജക്റ്റുകളും എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ എനിക്കറിയില്ല. എന്നായിരിക്കും അബാക്കസിന്റെ എക്സാം എന്നുള്ളത് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും കേട്ടോ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക്, ബി ബുക്ക് ഒക്കെ പെൻഡിങ് ഉള്ളവരുണ്ടെങ്കിൽ ആ ബി ബുക്കിലൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. വർക്ക് എ ബുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യണം. പെൻഡിങ് വർക്ക്സ് വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് തീർക്കണം. അതിനുള്ള സമയമായിട്ട് ഉപയോഗിക്കുക. എക്സാം വരെയുള്ള ടൈം ഡേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാണെങ്കിലും നമുക്കൊരു 1 week എങ്കിലും ഗ്യാപ്പ് ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പൊ അത്രയും ദിവസങ്ങളിൽ ആയിട്ട് വർക്ക് ചെയ്യുക. അല്ലാതെ എക്സാമിന് തലേദിവസം എടുക്കാന്ന് വെച്ചാൽ ആരിക്കല്ലേ. പിന്നെ റെക്കോർഡ് കാണാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡ് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെഗറ്റീവ് എക്സാമിന്റെ അടുത്ത് 30 ക്വസ്റ്റ്യൻ ഞാനിപ്പോ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ ഈ എക്സാമിന് അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഓക്കെ ആയിരിക്കും തോന്നുന്നു. ആർക്കും വലിയൊരു പ്രശ്നമായിട്ട് ഇനിയിപ്പോ ഞാൻ ആൻസർ ഷീറ്റ് നോക്കട്ടെ, ആർക്കെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോന്ന്. ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എങ്ങനെയാണല്ലോ എന്നുള്ളത് നോക്കി പറഞ്ഞുതരാം. പിന്നെ ബാക്കി ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യോ? ഇതാ ആ ഓക്കെ, ഞാൻ അയച്ചുതരാം. ഇപ്പൊ അയച്ചുതരാം. അത് പ്രശ്നം തോന്നിയത് വിത്ത് അബാക്കസ് ആണ്. മിസ് ഫസ്റ്റ് നെഗറ്റീവ് അബാക്കസ് ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ വിഷമം നോക്കും. നെഗറ്റീവ് സം ഫസ്റ്റ് ആയിട്ട് വന്നപ്പോഴേ ആകെ പോയില്ലേ? പോയി. പൊതുവെ എനിക്ക് അത്രയ്ക്ക് പ്രാക്ടീസ് ചെയ്തിട്ടില്ല.
ഞാൻ ആ മിസ്സിനോട് ചോദിച്ചത് എക്സാമിന് മുന്നേ നെഗറ്റീവ് സമ്മിന്റെ പ്രാക്ടീസ് ചെയ്യാൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പൊ മിസ് അന്ന് തന്നില്ല. അതാണ് അങ്ങനെയൊക്കെ തന്നിരുന്ന ഞങ്ങളിപ്പോ കോൺഫിഡന്റ് ആയിട്ട് എഴുതൂലേ. എഴുതോ? അതാണ് അങ്ങനെ പാടില്ല. ഇത് വെറും ഇതുപോലൊക്കെ മോഡൽ. ഉണ്ടാവുള്ളൂ മെയിൻ എക്സാമിനും ഇടയിലിടയില്. അതെ 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 ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഒരു മോഡലായിട്ടാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. മിസ് ഇതുപോലെ ഫസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടേക്കാല്ലേ അല്ല ഫുൾ എന്തോ ആയിട്ട് ഒരുമിച്ച് ക്വസ്റ്റ്യൻ ഇടും? എല്ലാ ക്വസ്റ്റ്യനും ഒരുമിച്ചിടും അതോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടും? അതെ എക്സാം മോഡ് എങ്ങനെയാണ് ഏത് വഴിയാണെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽസ് എനിക്ക് എത്തിയിട്ടില്ല. അപ്പൊ അത് നിങ്ങളുടെ എക്സാമിന്റെ അപ്പൊ അതെങ്ങനെയാ നോക്കിയിട്ട് അതിന് ശേഷമായിരിക്കും നമ്മൾ അത് കൺഫേം ചെയ്യും. എന്തായാലും 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മൊത്തം എത്ര കുറച്ച് ടൈം? ഒരുമിച്ച് ഇട്ടാ മതി. എന്നാ നമുക്ക് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാലോ. അത് ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കോ സൂം മീറ്റ് വഴി എല്ലാരും കൂടി ഒരുമിച്ചായിരിക്കും എക്സാം ഒക്കെ ഉണ്ടാവാ? എക്സാം അങ്ങനെയാണ് ഇതുവരെ. അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളതിന് അത് നമുക്കൊരു ഫൈനൽ മീറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇന്ന് മോഡൽ എക്സാം കഴിഞ്ഞ് ഇനി അവരെ ഇൻഫോം ചെയ്യണം. ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനുണ്ട്. അപ്പൊ അതിനുശേഷമേ നമ്മൾ ആ ഒരു കാര്യങ്ങള് കറക്റ്റ് അറിയുള്ളൂ സാർ. എന്തായാലും എക്സാമിന് മുമ്പേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കും. പെട്ടെന്ന് നമ്മൾ എന്നിട്ട് ഫൈനൽ എക്സാം എന്തായാലും ഇടില്ല, ഉറപ്പാ. നിങ്ങൾക്ക് അതിലൊരു സമയം ഉണ്ടാവും. നാളെ ക്ലാസ് ഉണ്ടാവൂലേ? എക്സാം നാളത്തെ അറിയില്ല. വേറെ സബ്ജക്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ആവാനുള്ള. പിന്നെ എക്സാമിന് മുമ്പ് ഒരു റിവിഷൻ ക്ലാസ് എന്തായാലും ഉണ്ടായിരിക്കും. അത് ഞാൻ പറയാം. എക്സാം ഡേറ്റ് നാളെ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടോ? നമുക്ക് അതിനിടയ്ക്ക്. നാളത്തെ അറിയില്ല മിസ്സേ. നിങ്ങൾക്ക് സ്കൂൾ ഓർഗനൈസേഷനോ വേറെ ഏതോ സബ്ജക്ട് എന്തോ പെൻഡിങ് ഉണ്ടോ വർക്ക്? ഇംഗ്ലീഷ്. ഇതറിയില്ല. അപ്പൊ അതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോ എങ്ങനെയാണല്ലോ നോക്കട്ടെ. വാ മോള് വാ. ഓക്കെ അപ്പൊ ബൈ. ആൻസർ ഷീറ്റ് ഒക്കെ നോക്കട്ടെ. രാത്രി തന്നെ റിസൾട്ട് ഒന്നും തരൂല കേട്ടോ, ആദ്യം പറഞ്ഞേക്കാം. ഞാൻ എക്സാം അങ്ങ എഴുതി ഭയങ്കര ഇന്റേത് കോമഡി. ഇന്റേത് ഞാൻ ഒരു ആൻസർ ശരി എഴുതിയിട്ട് മറ്റേ എന്റെ ബീഡ് നീങ്ങി പോയോന്നൊരു സംശയമുണ്ട്. എന്നിട്ട് ഞാനത് മാറ്റി ശരിക്കണോ? വീണ്ടും എഴുതി. നന്നായി. ഒരു മാർക്ക് അങ്ങനെ കളഞ്ഞല്ലോ അല്ലേ? ഞാൻ നമ്പർ എനിക്ക് തോന്നണ എന്റെ ബീഡ് ഞാൻ അങ്ങനെ തട്ടിയപ്പോ നീങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. ആ അപ്പൊ ഞാൻ ആൻസർ മൾട്ടിപ്ലിക്കേഷനിലെ ഫുള്ള് ക്വസ്റ്റ്യൻ കിട്ടാൻ പാടില്ലല്ലോ മിസ്സേ. എങ്ങനെ? ഫുൾ മാർക്ക് കിട്ടാൻ പാടില്ലല്ലോ. അതെ അതെ കണ്ണുറ്റി പോവും. എനിക്കൊന്നും പോകുന്നറിയില്ല. എല്ലാ പ്രാവശ്യത്തെ എക്സാം എന്റെ മണ്ടത്തരം കൊണ്ട് അതെ അതെ പോകുന്നു. അതെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ. അതേപോലെ തന്നെ ഫരീദ മിസ്സിനും കഴിഞ്ഞ എക്സാമിനൊക്കെ അങ്ങനെ തന്നതൊക്കെ അങ്ങനെ ഒരു നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് 3 അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തെറ്റി. ക്വസ്റ്റ്യൻ അങ്ങനെ അതിന്റെ ആൻസർ എഴുതിക്കണോ? എന്നിട്ട് ഞാൻ പിന്നെ നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു എന്റെ ബീഡ് നീങ്ങി പോയിക്ക്. അപ്പൊ ഞാൻ ഭയങ്കര ആലോചിച്ചു. ചിന്തകളല്ലേ? പോവാനുള്ള എന്തായാലും പോവും. മനസ്സിലായില്ലേ? അതെ. ഓക്കെ ഓക്കെ. ഓക്കെ അപ്പൊ ആയിക്കോട്ടെ. കുറെ പേരൊക്കെ ലീവായി പോയി തോന്നുന്നു ഇപ്പൊ തന്നെ. ഇനി ആരെങ്കിലും ആൻസർ ഷീറ്റ് അയക്കാത്തുണ്ട് ഇപ്പൊ തന്നെ അയക്കണേ. ഞാൻ എല്ലാവരുടെയും നോക്കിയില്ല കാരണം എത്ര എണ്ണം വന്നു എന്നുള്ളത്. മാം ലീവ് ചെയ്യട്ടെ, വിശന്ന് വിറക്കുന്നുണ്ട്. മതി 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 മതി. ഇത്രയും നേരമായിട്ട് വിശന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഭക്ഷണം ഒന്നും ഇല്ല കഴിക്കാതെ എക്സാം എക്സാമിനുണ്ടല്ലോ. കഴിഞ്ഞിട്ടേ എന്താ പറയാ കഴിക്കുന്നുള്ളൂ എന്നുള്ള ശബ്ദത്തിലായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച കാരണം എക്സാം എഴുതുമ്പോഴും കൂടെ ഉറപ്പാ വന്നേന്ന്. ആ